പ്രിയ സഹോദരരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം പറയുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറേയേറെ വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വാർത്തയായിരുന്നു ക്രിസ്മസ് കരോളിന് നേരെ ആക്രമണം. ക്രിസ്മസ് കരോളിൻ്റെ പുൽക്കോട് തകർക്കുക, ക്രിസ്മസ് കരോൾ സംഘത്തിന് നേരെ ജനങ്ങളെ ആക്രമിക്കുക, ഇങ്ങനെ കുറേ വാർത്തകളൊക്കെ നമ്മൾ കഴിഞ്ഞ വാർത്തകളിൽ കേൾക്കുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, എന്താണ് ഇതിൻ്റെ സംഭവം? എന്താണ് ഇതിൻ്റെ പിന്നിലെ അജണ്ടകൾ? എന്താണ് ഇതിൻ്റെ പിന്നിലെ രഹസ്യങ്ങൾ? നമ്മളതിൻ്റെ പഠിച്ചിട്ടുണ്ടോ? നമുക്കറിയാം, ഒരു 5 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനൊരു സംഭവം നമ്മൾ കേട്ടിട്ടുണ്ടോ? കരോൾ സംഘത്തിന് നേരെ ആരെങ്കിലും ആക്രമിച്ചതായിട്ടോ, ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവരുടെ പുൽക്കോടിന് നേരെ ആരെങ്കിലും ആക്രമിച്ചതായിട്ടോ നമ്മൾ കേട്ടിട്ടുണ്ടോ? എന്തുകൊണ്ട് കേട്ടിട്ടില്ല? അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് തന്നെ. എന്താണ് അതിൻ്റെ കാരണം? നമുക്കറിയാം, ഒരു 5 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കരോൾ സംഘങ്ങളൊക്കെ വളരെ ലളിതമായ രീതിയിലുള്ള ഒരു ആഘോഷമായിരുന്നു. ഒരു ക്രിസ്മസ് പപ്പ എന്ന രീതിയിൽ ഒരാൾക്കൊരു ചുമന്ന തൊപ്പിയും ചുമന്ന വസ്ത്രവും ഒക്കെ ഇട്ട് ഒരാൾ ഒരു ഡാൻസൊക്കെ കളിച്ചിങ്ങനെ വരും. കുറേ കരോൾ സന്ദേശമായിട്ട് വരുന്നത് ക്രിസ്ത്യൻ വീടുകളിൽ കൂടെ വരും. അതൊക്കെ നമ്മുടെ ദേവാലയത്തിൻ്റെ മുറ്റവും മാത്രമായിട്ട് ഒതുങ്ങി നിന്നിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഇതെല്ലാം തെരുവിലേക്ക് ഇറക്കപ്പെട്ടിരിക്കുന്നു. ആയിരക്കണക്കിന് ആളുകൾ ഒരേ കുപ്പായം പോലെ ക്രിസ്മസ് പപ്പയുടെ മോഡൽ കുപ്പായം ഇടുന്നു. അതിൻ്റെ യൂണിഫോം, അതിൻ്റെ തൊപ്പി എല്ലാം ധരിക്കുന്നു. വലിയ ബാൻഡ് മേളങ്ങൾ, വലിയ ഡാബ്ലോ പോലത്തെ വാഹനത്തിൽ എഴുന്നള്ളി വരുന്ന സംഭവങ്ങൾ, ഇതെല്ലാം മറ്റുള്ളവരിൽ അസൂയ ജനിപ്പിക്കുക, മറ്റുള്ളവരെ പ്രകോപനത്തിന് വിട്ടുകൊടുക്കുക, ശബ്ദ കോലാഹലം കൊണ്ട് നിറയ്ക്കുക, നമ്മുടെ അഹങ്കാരത്തെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക, നമ്മൾ ശക്തനും ധീരനുമാണെന്ന് തെളിയിച്ചു കൊടുക്കുക, നമ്മുടെ വസ്ത്ര സംവിധാനവും അതിൻ്റെ ഒരുമയും ഐക്യമൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുക എന്നുള്ള ധാരണയിൽ അക്രൈസ്തവരായ മുസ്ലിം സഹോദരങ്ങളുടെ മുമ്പിലും ക്രൈസ്തവ സഹോദരങ്ങളുടെ മുമ്പിലും നമ്മൾ വേഷം കെട്ടി ഇത്തരം അശുദ്ധിയും ഇത്തരം മ്ലേച്ഛതകളും ഇത്തരം ധിക്കാരവും ഇത്തരം അഹന്തയും അഹങ്കാരവും നമ്മൾ ക്രിസ്മസ് എന്ന പേരിൽ കാണിച്ചു കൊടുക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഇത് സ്വാഭാവികമായും മറ്റുള്ളവർ പ്രകോപിതരാവുക എന്നത് സ്വാഭാവികമാണ്. എന്നാൽ 5-8 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ദേവാലയത്തിൻ്റെ മുറ്റത്തും നമ്മുടെ ക്രിസ്ത്യൻ കുടുംബങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമായിരുന്നു ഇത്തരം പ്രവൃത്തികൾ നമ്മൾ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് മറ്റുള്ളവർക്ക് പ്രകോപനത്തിൻ്റെ ആവശ്യം വരുന്നില്ല. അത് ക്രിസ്ത്യാനികളുടെ മാത്രം ഒരു അവകാശമായിട്ടോ ക്രിസ്ത്യാനികളുടെ മാത്രം ഒരു ആഘോഷമായിട്ടോ ഒക്കെ അത് അതിൻ്റെ തലങ്ങളിൽ ഒതുങ്ങുമായിരുന്നു. ഇന്നത് വലിയ ആഘോഷങ്ങൾ, വലിയ പടക്കം പൊട്ടിക്കൽ, യൂണിഫോമുകൾ, അതിൻ്റെ സംവിധാനങ്ങൾ എല്ലാം എത്ര ലക്ഷക്കണക്കിന് രൂപയാണ് അടിച്ച് കത്തിച്ച് തകർത്ത് തരിപ്പണമാക്കി കളയുന്നത്. എവിടെ നിന്നാണ് ഈ പണം മനുഷ്യന് കിട്ടുന്നത്? എവിടെ നിന്നാണ് ഈ ധൂർത്ത് നടത്തുന്നത്? എന്തുകൊണ്ടാണ് വൈദികരും മെത്രാന്മാരും നോക്കി വായും പൊളിച്ചിരിക്കുന്നത്? എന്തുകൊണ്ടാണ് അവർക്ക് അതിൻ്റെ നീതിബോധത്തെ കണ്ടെത്താൻ പറ്റാതെ വരുന്നത്? ക്രിസ്മസ് ക്രിസ്തു ജനിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് ക്രിസ്തു ജനിക്കുന്നൊരു ആഘോഷം നമ്മൾ നടത്തുമ്പോൾ അതിൻ്റെ തലങ്ങളിൽ പള്ളിമുറ്റത്തോ കുടുംബങ്ങളിൽ മാത്രം മതി, അതിൻ്റെ ആവശ്യമുള്ളൂ. അത് ക്രിസ്മസിൻ്റെ യഥാർത്ഥ ഉദ്ദേശവും ലക്ഷ്യവും ക്രിസ്തു നമ്മളിൽ ജനിക്കുക എന്നുള്ളതാണ്. ക്രിസ്തു എന്ന വ്യക്തി ദൈവമാണ്. ആ ദൈവം മനുഷ്യൻ്റെ ആത്മാവിനെ മാറ്റി, മനസ്സിൻ്റെ ബുദ്ധിയെ, ചിന്തകളെ മാറ്റി ക്രിസ്തു എന്ന വ്യക്തി നമ്മുടെ ഹൃദയത്തിൽ ആയിക്കഴിയുമ്പോൾ ഞാനൊരു ക്രിസ്തുവായിട്ട് മാറുകയാണ്. ഞാനൊരു ക്രിസ്തുവിൻ്റെ ആശയമുള്ള വ്യക്തിയായിട്ട് മാറുകയാണ്. ഞാനൊരു സുവിശേഷമായിട്ട് മാറുകയാണ്. ക്രിസ്തു പറഞ്ഞ വചനമനുസരിച്ച് ഞാൻ ജീവിക്കാൻ പ്രാപ്തി നേടിയ ഒരു പക്വതയുള്ള ഭടനായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഒരു പക്വതയുള്ള മനുഷ്യനായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇത് ആഭാസങ്ങളുടെ, അഹങ്കാരങ്ങളുടെ, ധിക്കാരങ്ങളുടെ, യൂണിഫോമുകളുടെ, പണക്കൊഴുപ്പിൻ്റെ, ചെണ്ടമേളത്തിൻ്റെ, വൃത്തികെട്ട ഡാൻസിൻ്റെ, വൃത്തികെട്ട നൃത്ത ചുവടുകളുടെ ഇത്തരം ആഭാസങ്ങൾക്ക് നേരെ ഞാൻ പറയുന്നു, അടുത്ത ഒരു വർഷത്തെ ക്രിസ്മസ് ആഘോഷിക്കാൻ സാധ്യത കുറവാണെങ്കിൽ പോലും അടുത്ത വർഷം ക്രിസ്മസ് ആഘോഷിച്ചാൽ ആളുകൾ മരണപ്പെടുന്ന സാഹചര്യത്തിലേക്ക് വരാൻ സാധ്യത കൂടുതലാണ്. ക്രിസ്ത്യാനികൾ കൊല്ലപ്പെടുന്ന സാധ്യതയിലേക്ക് വരാൻ സാധ്യത കൂടുതലാണ്. കാരണം ഇത് ധിക്കാരമാണ്, ഇത് അഹങ്കാരമാണ്. ഈ ഡാൻസും കൂത്തും പാട്ടുമൊന്നുമല്ല ക്രിസ്മസ്. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലത്ത് നമുക്കറിയാം, എൻ്റെയൊക്കെ ചെറുപ്പകാലങ്ങളിൽ നല്ല നോമ്പാണ്, ഉപവാസമാണ്. അന്നത്തെ മത്സ്യമാംസാദികളൊക്കെ വർജിക്കുന്നു. അന്ന് ടെലിവിഷനും കമ്പ്യൂട്ടറും മൊബൈൽ ഫോണും ഒന്നുമില്ല. അന്ന് മത്സ്യമാംസാദികൾ വർജിച്ച് മനുഷ്യൻ വിശുദ്ധിയിൽ ഒരുങ്ങുക, വിശുദ്ധിയിലായിരിക്കുക, പ്രാർത്ഥിക്കുക, ദേവാലയത്തിലായിരിക്കുക. അങ്ങനെ ഒരു ആത്മീയ തലം, ഒരു ആത്മീയ കാഴ്ചപ്പാടാണ് അന്നുണ്ടായിരുന്നത്. എന്നാൽ ഇന്നോ എല്ലാവരുടെ കയ്യിൽ തന്നിരിക്കുന്ന മൊബൈൽ ഫോൺ എടുത്ത് ഫോട്ടോ എടുക്കുകയാണ്. അതെല്ലാം സെൻഡ് ചെയ്യുന്നു, ഇതിങ്ങനെ സെൻഡ് ചെയ്യുന്നു, അങ്ങോട്ട് സെൻഡ് ചെയ്യുന്നു. എന്താണ് പ്രിയ സഹോദരരെ, കത്തോലിക്ക സഭയുടെ ക്രിസ്മസ് ആഘോഷങ്ങൾ ഒരുപിടി കൂത്തായിട്ട് മാറുമ്പോൾ, ഒരുപിടി പേക്കൂത്തായിട്ട് മാറുമ്പോൾ, ഇത് നോക്കിയിരിക്കുന്ന ജ്ഞാനമുണ്ടെന്ന് അവകാശപ്പെടുന്ന മെത്രാന്മാരും
ജ്ഞാനമുണ്ടെന്ന് ചിന്തിക്കുന്ന വൈദികരും ഇതിനകത്ത് ഡാൻസ് കളിക്കുമ്പോൾ, തിമിർക്കുമ്പോൾ, അടുത്ത വർഷം നിങ്ങൾ നോക്കിക്കോ, ആളുകൾ മരണപ്പെടാൻ സാധ്യതയുള്ള ക്രിസ്മസ് ആഘോഷം നിങ്ങൾ സൂക്ഷിച്ചു നിന്നോ, ഇല്ലെങ്കിൽ നിങ്ങളുടെ ക്രിസ്മസ് ആഘോഷത്തിൻ്റെ അവസാന ഘട്ടം ഇത് എത്തിയെന്ന് ഓർമ്മിച്ചു നിങ്ങൾ. പ്രിയ സഹോദരങ്ങളെ, അത് ഹോസിയ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നത്, നിങ്ങളുടെ ജോയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്ന കർത്താവ് പറഞ്ഞൊരു വചനം പഴയ നിയമ ഗ്രന്ഥത്തിലുണ്ട്. അത് നമ്മളൊന്ന് വായിച്ചിരിക്കുന്നത് നല്ലതാണ്. ജോയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ അത് നിങ്ങളുടെ ഉത്സവങ്ങളും നിങ്ങളുടെ ദേവാലയത്തിലെ ഇത്തരം മ്ലേച്ഛതകളും അവസാനിക്കാറായി എന്നാണ് പറയുന്നത്. അത് വളരെ വ്യക്തമായിട്ടത് അതിനകത്ത് വചനരൂപത്തിൽ തന്നെ എഴുതി വച്ചിട്ടുണ്ട്. ധാന്യബലിയും, അതായത് ജോയൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണമേ. കത്തോലിക്ക സഭയോടും ക്രിസ്ത്യാനികളോടും മറ്റും ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ പറയുകയാണ്. അതിനിങ്ങനെ, അവർ തങ്ങളുടെ മക്കളും അവരുടെ മക്കൾ അവരുടെ തലമുറകളും പറയട്ടെ. ജോയൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 9-ാം തിരുവചനം. ധാന്യബലിയും പാനീയബലിയും കർത്താവിൻ്റെ ഭവനത്തിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു. കർത്താവിൻ്റെ ശുശ്രൂഷകരെ പുരോഹിതന്മാർ വിലപിക്കുന്നു. വയലുകൾ ശൂന്യമാക്കപ്പെട്ടിരിക്കുന്നു. ഭൂമി വിലപിക്കുന്നു. ധാന്യം നശിച്ചു, വീഞ്ഞ് ഇല്ലാതായി, എണ്ണ വറ്റിപ്പോയി. നിലമുഴുന്നവരെ പരിഭ്രമിക്കുവിൻ. അതാണ് അടുത്ത വർഷം വരാൻ പോകുന്ന പ്രിയപ്പെട്ടവരെ. ഞാൻ മുൻകൂട്ടി നിങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ അമിതമായി ഈ ആഘോഷം, അമിതമായി ഈ ചാട്ടവും മറിച്ചിലും, അമിതമായ നൃത്ത ചുവടുകൾ അവർ തിന്നാനും കുടിക്കാനുമായി ഇരുന്നുവെന്നും നൃത്തം ചെയ്യാനായി എഴുന്നേറ്റുവെന്നും അവരെപ്പറ്റി പറയപ്പെട്ടിരിക്കുന്ന തിരുവചനങ്ങൾ അപ്പോസ്തല പ്രവർത്തനത്തിൽ അന്നത്തെ ഇസ്രായേൽ ജനത്തെ കൂടി ദൈവിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നത്തെ കത്തോലിക്ക സഭയെ നോക്കി കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ ധാന്യബലിയും പാനീയബലിയും കർത്താവിൻ്റെ ഭവനത്തിൽ നിന്ന് നീക്കം ചെയ്യപ്പെടാൻ കാലമായി എന്ന് നിങ്ങൾ ഓർക്കണം. ധാന്യബലി എന്ന് പറയുന്നത് കുർബാന, പാനീയബലി എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ തിരുനാൾ ആഘോഷങ്ങളെല്ലാം. ധാന്യബലി എന്ന് പരിശുദ്ധ കുർബാനയും പാനീയബലി എന്ന് പറയുന്നത് ഇന്നത്തെ അതോടനുബന്ധിച്ച് നൊവേനകളും പന്തൽ പ്രദർശനങ്ങളും തിരുനാളുകളും എല്ലാം അവസാനിക്കാൻ, കത്തോലിക്ക സഭയുടെ ഇത്തരം കൂത്തുകൾ അവസാനിക്കാൻ സമയമായി എന്ന് സർവശക്തനായ ദൈവം സഭയുടെ മുഖത്ത് നോക്കി, മെത്രാന്മാരുടെ മുഖത്ത് നോക്കി, അച്ഛന്മാരുടെ മുഖത്ത് നോക്കി കർത്താവ് പറയുന്ന വചനമാണ് ഈ വചനം. ഇതിന് ബാക്കി ഭാഗം നമ്മൾ കിടക്കുന്നത് എവിടെയാണെന്ന് കൂടെ നോക്കുമ്പോഴാണ് നമ്മൾ അത് ജോയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇന്നത്തെ സാഹചര്യത്തെക്കുറിച്ച് പശ്ചാത്തലത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ക്രിസ്ത്യൻ മതപീഡനത്തിൻ്റെ വക്കിലാണ് ലോകം നിൽക്കുന്നത് മനസ്സിലാക്കുവാൻ ഇനി നമ്മൾ പറയേണ്ടത് എവിടെയാണെന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ടവരെ, നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട് വെളിപാടിൻ്റെ വെളിപ്പെടുത്തൽ എന്ന 13-ാം ഭാഗം കണ്ടെങ്കിൽ, ഇന്ന് നമ്മൾ കാണുന്നത് വെളിപാടിൻ്റെ വെളിപ്പെടുത്തൽ എന്ന 14-ാം ഭാഗത്തിലേക്ക് വരുമ്പോൾ അത് വെളിപാടിൻ്റെ പുസ്തകം 17-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരണം. അവിടെ കുപ്രസിദ്ധ വേശ്യയും മൃഗവും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വചനഭാഗം വരുന്നുണ്ട്. അവിടെ 17-ാമത്തെ അധ്യായം, 7 പാത്രങ്ങൾ പിടിച്ചിരുന്ന 7 ദൂതന്മാരിൽ ഒരുവൻ വന്ന് എന്നോട് പറഞ്ഞു, വരിക, സമുദ്രങ്ങളുടെ മേൽ ഉപേക്ഷിയായിരിക്കുന്ന വേശ്യയുടെ മേലുള്ള ശിക്ഷാവിധി നിനക്ക് ഞാൻ കാണിച്ചു തരാം. അവളോടുകൂടെ ഭൂമിയിലെ രാജാക്കന്മാർ വ്യഭിചാരം ചെയ്തു. അവളുടെ ദുർവൃത്തിയുടെ വീഞ്ഞു കുടിച്ച് ഭൂവാസികൾ ഉന്മത്തരായി. പ്രിയ സഹോദരനെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കാം, അവളോട് കൂടെ ഭൂമിയിലെ രാജാക്കന്മാർ വ്യഭിചാരം ചെയ്തു. ആരോട് കൂടിയിട്ട്? വ്യഭിചാര ആസക്തിയുള്ള അതിൻ്റെ സംവിധാനങ്ങളോട് കൂടി. ഇന്ന് ലോകത്ത് കാണുന്ന എന്താണ്? അവളുടെ ദുർവൃത്തിയുടെ വീഞ്ഞു കുടിച്ച് ഭൂവാസികൾ ഉന്മത്തരായി. ഇത് കത്തോലിക്ക സഭ പഠിപ്പിക്കുമോ? കത്തോലിക്ക സഭയിലെ മെത്രാന്മാരോടും കത്തോലിക്ക സഭയിലെ വൈദികരോടും കത്തോലിക്ക സഭയിലെ ക്രിസ്ത്യാനികളോടും ആഗോള കത്തോലിക്ക സഭയോടും ഭാരത സഭയോടും ആഗോള കേരള സഭയോടും ഞാൻ വ്യക്തിപരമായി ചോദിക്കുകയാണ്, ഈ വെളിപാട് ഗ്രന്ഥത്തിൽ 17-ാം അധ്യായം വ്യാഖ്യാനിച്ച് 18-ാം അധ്യായം വ്യാഖ്യാനിച്ച് കത്തോലിക്ക സഭയ്ക്ക് വ്യാഖ്യാനം കൊടുത്ത് ജനത്തെ ഒരുക്കാൻ സാധിക്കുമോ ഇല്ലയോ? അത് ഏത് മെത്രാനായാലും എന്നോട് ആർഗ്യുമെൻറ്റിനോ, ഏത് വൈദികനായാലും എന്നോട് വാദപ്രതിവാദത്തിനോ വരാൻ ധൈര്യമുള്ള വൈദികർക്കും മെത്രാന്മാർക്കും വരാം. കാരണം ഈ വചനം വ്യാഖ്യാനിക്കുമ്പോൾ ഈ വചനത്തിൽ പതിരിക്കുന്ന അവളുടെ ദുർവൃത്തിയുടെ വീഞ്ഞു കുടിച്ച് ഭൂവാസികൾ ഉന്മത്തരായി. ആ ദൂതൻ ആത്മാവിൽ എന്നെ മരുഭൂമിയിലേക്ക് നയിച്ചു. ദൈവദൂഷണപരമായ നാമങ്ങൾ നിറഞ്ഞ 7 തലയും 10 കൊമ്പും കടും ചുമപ്പുള്ളതുമായ ഒരു മൃഗത്തിന് മേലിരിക്കുന്ന ഒരു സ്ത്രീയെ ഞാൻ കണ്ടു. ആ സ്ത്രീ ധൂമവും കടും ചുമപ്പും നിറമുള്ള വസ്ത്രം ധരിച്ചിരുന്നു. സ്വർണവും വിലപിടിച്ച രത്നങ്ങളും മുത്തുകളും കൊണ്ട് അലങ്കൃതമായിരുന്നു. വേശ്യാവൃത്തിയുടെ അശുദ്ധികളും മ്ലേച്ഛതയും കൊണ്ട് നിറഞ്ഞ ഒരു പൊൻ ചഷകം അവളുടെ കയ്യിലുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കാലഘട്ടത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ കാലഘട്ടം 2000, ഇത് പ്രത്യേകിച്ച് ഞാൻ പറയുകയാണ് 2025 എന്ന കാലഘട്ടത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെച്ചു.
എന്താണ് 2025 ഏറ്റവും വലിയ പ്രത്യേകത? 2025 എന്ന കാലഘട്ടം വന്നപ്പോൾ ഈ പൊൻചഷകം നമ്മുടെ കയ്യിൽ എത്തപ്പെട്ട് കഴിഞ്ഞു. എന്താണ് ഈ പൊൻചഷകം? അതിനു മുമ്പ് 2025 കുറിച്ച് 1-2 വാക്കുകൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. 2025 കൂട്ടണം 8 സമം 33. 2025 കൂട്ടണം 8 സമം 2033 എന്നൊരു സൂത്രവാക്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ സൂത്രവാക്യത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു സംഭവമാണ് 2033 എന്ന യുഗാന്ത്യം. ആ യുഗാന്ത്യത്തിന് മുമ്പിലുള്ള 8 വർഷങ്ങൾ മുമ്പുള്ള ഈ വർഷമാണ് 2025. 2025 ലോകം ആഗോള യുദ്ധത്തിൻ്റെ 3-ാം ലോക മഹായുദ്ധത്തിൻ്റെ തുടക്ക യുദ്ധമായ ഇസ്രായേലിൽ നടക്കുന്ന യുദ്ധങ്ങളും അതോടനുബന്ധിച്ച് ലോകത്ത് നടക്കുന്ന യുദ്ധങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്, കാണാറുണ്ട്. എന്നാൽ അതിൻ്റെ മറ്റൊരു തലത്തിലേക്ക് പ്രവേശിക്കുന്ന 2025 എന്ന കാലഘട്ടത്തിലേക്ക് നാം കാലെടുത്ത് വെക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ ഈ പൊൻചഷകം അതെന്താണ്? വേശ്യാവൃത്തിയുടെ അശുദ്ധികളും മ്ലേച്ഛതകളും കൊണ്ട് നിറഞ്ഞ ഒരു പൊൻചഷകം അവളുടെ കയ്യിലുണ്ടായിരുന്നു. അവളുടെ നെറ്റിത്തടത്തിൽ ഒരു നിഗൂഢനാമം എഴുതപ്പെട്ടിരുന്നു: മഹാബാബിലോൺ, വേശ്യകളുടെ ഭൂമിയിലെ മ്ലേച്ഛതകളെയും മാതാവ്. ആ സ്ത്രീ വിശുദ്ധരുടെയും യേശുവിൻ്റെ സാക്ഷികളുടെയും രക്തം കുടിച്ച് ഉന്മത്തനായി ലഹരി പിടിച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. പ്രിയപ്പെട്ടവരെ, ഈ പൊൻചഷകം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 2025 കാലഘട്ടം വന്നപ്പോൾ നമുക്കറിയാം, ഈ മൊബൈൽ ഫോണുകളിൽ നമുക്കറിയാം ഒരു സിമ്പിൾ, നമുക്ക് അതിൻ്റെ ഏതെങ്കിലും ഇപ്പോൾ രാഷ്ട്രീയ കാര്യങ്ങൾ അറിയണമെങ്കിൽ ആ സിമ്പിൾ, ഗൂഗിൾ സംബന്ധമായ മാപ്പുകൾ, ലോകത്തിലെ രാഷ്ട്രങ്ങളുടെ മാപ്പുകൾ അറിയണമെങ്കിൽ ആ സിമ്പിൾ, അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ സംബന്ധമായ ഒരു ഡോക്ടറേറ്റ് സംബന്ധമായ ഒരു വിഷയത്തെക്കുറിച്ച് ഡോക്ടർ, എഞ്ചിനീയറിങ്, അതിന് സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ച് അറിയണമെങ്കിൽ അതിൻ്റെ സിമ്പിൾ. അങ്ങനെ ഏതെല്ലാം സിമ്പിളുകളുണ്ടോ ആ സിമ്പിളുകളിൽ ഒന്ന് ഞെക്കിയാൽ, ഒന്ന് തൊട്ടാൽ അതിൻ്റെ ഉള്ളിലെ മുഴുവൻ സിമ്പിളുകളും അതിനകത്ത് നിഗൂഢമായിരിക്കുന്ന എല്ലാ രഹസ്യങ്ങളും അല്ലെങ്കിൽ എല്ലാ ജ്ഞാനവും മനുഷ്യന് തുറന്നു തരുന്ന, ഇതിന് ഇൻ്റർനെറ്റ് ഭാഷയിൽ പറഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യാമെന്ന് പറയും. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ അതിൻ്റെ പേജുകൾ, വെബ് പേജുകൾ എടുക്കുക. ഇങ്ങനെ എടുക്കാൻ കഴിയുന്ന ഒരു സംവിധാനത്തെ ഇന്ന് ലോകം കയ്യിലെത്തപ്പെട്ടിരിക്കുന്നു. ആ കയ്യിലെത്തപ്പെട്ടിരിക്കുന്ന ആ സംവിധാനത്തെയാണ് കർത്താവ് പൊൻചഷകം എന്ന് പറയുന്നത്. ചഷകം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ശരിക്കും? ചഷകം എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ് പ്രിയ സുഹൃത്തുക്കളെ, ഒരു 10-15 പഴങ്ങളുടെ ചാറ്, 10-15 അല്ലെങ്കിൽ ഇഷ്ടമുള്ളത്ര 5-10 പഴങ്ങളെടുക്കുക. അതിന് ആപ്പിളോ മുന്തിരിയോ ഓറഞ്ചോ മറ്റു മാങ്ങാപ്പഴമോ അല്ലെങ്കിൽ മുസബിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പഴങ്ങളെടുക്കുക. ഈ പഴങ്ങളെല്ലാം കൂടെ കൂട്ടി പല പഴങ്ങൾ ചേർന്ന് ഒരൊറ്റ ജ്യൂസ് ഉണ്ടാക്കുക, ഒറ്റ പാനീയമാക്കുക. അപ്പോൾ അതിൻ്റെ ഒരു സിമ്പിൾ ഉണ്ടാക്കുക. ആ സിമ്പിൾ ഉണ്ടാക്കിയാൽ എന്താണ്? ഇപ്പോൾ 10 പഴങ്ങളുടെ ഒരു പഴച്ചാറുണ്ടാക്കിയാൽ അതിനകത്ത് 1 ഓറഞ്ച്, 2, 3 ആപ്പിള്, 4 മുന്തിരി, 5 മുസബി, 6 പൈനാപ്പിൾ, ഇങ്ങനെ ഓരോന്നോരോന്ന് ഉണ്ടാവും. അപ്പോൾ അതെല്ലാം കൂടെ കൂടിയിട്ട് ഒരു സിമ്പിൾ ഉണ്ടാവും. ആ സിമ്പിളെ തൊട്ട് കഴിഞ്ഞാൽ ഇതിനകത്ത് ഏതൊക്കെ പഴങ്ങൾ ചേർന്നു എന്നുള്ളതിനെ പറ്റി നമുക്ക് കാണാൻ പറ്റും. 1, 2, 3 കാണാൻ പറ്റും. എന്നാൽ ഇതെല്ലാം കൂടി ചേരുമ്പോൾ എന്തായി? ഒരു ചഷകമായി, ഒരു ചഷകം, ഒരു പാത്രത്തിൽ അതിൻ്റെ ജ്യൂസ് കഴിഞ്ഞാൽ 15 പഴങ്ങളുടെ ഒരൊറ്റ പാനീയത്തെയാണ് ചഷകം എന്ന് പറയുന്നത്. അതിലേതെങ്കിലും ഒരു പഴത്തിന് സിമ്പിളെ തൊട്ടാൽ ബാക്കി പഴങ്ങൾ ഏതാണെന്ന് നമുക്കിങ്ങനെ കണ്ടെത്താൻ കഴിയുന്ന രീതിയിലുള്ള സംവിധാനം. അതിൻ്റെ ഇന്നത്തെ അടയാളം, ഇന്നത്തെ നിഗൂഢാർത്ഥം വിശുദ്ധ ഗ്രന്ഥത്തെ ആസ്പദമാക്കി അതിൻ്റെ നിഗൂഢാർത്ഥം നമ്മൾ പഠിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഇത് ഏതാണ് ഈ പൊൻചഷകം? കർത്താവ് വന്നിരിക്കുന്ന പൊൻചഷകം ഏതാണ്? അത് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് അവളുടെ ദുർവൃത്തിയുടെ വീഞ്ഞു കുടിച്ച് ഭൂവാസികൾ ഉന്മത്തരായി. വെളിപാട് ഗ്രന്ഥം 17-ാം അധ്യായം 3-ാം തിരുവചനം. ദുർവൃത്തിയുടെ, അശുദ്ധിയുടെ, മ്ലേച്ഛതയുടെ, കുടുംബ ബന്ധങ്ങളെ തകർക്കുന്ന, ദാമ്പത്യ ബന്ധത്തെ തകർക്കുന്ന, നമ്മുടെ കത്തോലിക്ക സഭയെ തകർക്കുന്ന, കൗദാശിക തലങ്ങളെ തകർക്കുന്ന, ദൈവവചനത്തെ തകർക്കുന്ന, വിശുദ്ധിയുടെയും ജ്ഞാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സത്യസന്ധതയുടെയും കത്തോലിക്ക സഭയുടെയും സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തെക്കുറിച്ചും സുവിശേഷ മഹത്വത്തെക്കുറിച്ചും സ്വർഗ നരകത്തെക്കുറിച്ചുള്ള വേർതിരിവിനെക്കുറിച്ചും ഒക്കെ പ്രതിപാദിക്കുന്ന ആ മഹത്വത്തിൻ്റെ ആ നന്മയുടെ മഹത്വത്തെ നശിപ്പിച്ച് കളയുകയും, എന്നാൽ മറ്റൊന്ന് അവളുടെ ദുർവൃത്തിയുടെ, അശുദ്ധിയുടെ, മ്ലേച്ഛതയുടെ വീഞ്ഞു കുടിക്കുവാൻ തക്കവിധം ഉള്ള ഒരു സംവിധാനത്തെ മനുഷ്യരുടെ കൈകളിൽ എത്തിക്കുകയും ചെയ്യുന്ന സംവിധാനത്തെയാണ്
ഇന്ന് ഈ കാണുന്ന ഈ മൊബൈൽ സംവിധാനം അഥവാ ഇൻ്റർനെറ്റ് സംവിധാനങ്ങൾ, നമുക്കറിയാം ഈ ഇൻ്റർനെറ്റ് സംവിധാനത്തിൽ കൂടിയാണ് ഇതെല്ലാം നമ്മുടെ കയ്യിലെത്തുന്നത്. അതിൻ്റെ നന്മ തലങ്ങളുണ്ട്. അത് ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇൻ്റർനെറ്റ് എന്ന സംവിധാനത്തെക്കുറിച്ചും ഇതിന് ടെക്നിക്കൽ സംവിധാനമെല്ലാം ഓരോ രാജ്യത്തിനും അതിൻ്റേതായ നിലനിൽപ്പിന്, അതിൻ്റെ പട്ടാള ആവശ്യങ്ങൾക്ക്, തന്ത്രപരമായ പ്രവർത്തനത്തിന്, രാജ്യങ്ങളുടെ വികസനത്തിന്, ലോകത്തിൻ്റെ വികസനത്തിനെല്ലാം ഈ ടെക്നോളജികളും അതെല്ലാം ആവശ്യമാണ്. എന്നാൽ അത് ആത്മീയ തലത്തിൽ വരുമ്പോൾ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വചനമായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോൾ ഇത് നമുക്ക് അനാവശ്യമാണ്, ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ്. എന്നാൽ കർത്താവ് പറയാണ്, അവളുടെ ദുർവൃത്തിയുടെ വീഞ്ഞു കുടിച്ച് ഭൂവാസികൾ ഉന്മാദമുള്ളവരായി എന്ന് പറഞ്ഞാൽ ലൈംഗിക ആസക്തിയുള്ളവരായി, അമിതമായ ഭോഗാസക്തിയുള്ളവരായി, ജഡികാസക്തിയുള്ളവരായി, അങ്ങനെ ജഡത്തിൻ്റെ സ്വഭാവം പൂർണ്ണമായും പ്രകടിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരു വ്യക്തിയെ മാറ്റപ്പെടുന്ന അവസ്ഥയിൽ, അതിൻ്റെ ആത്മീയ തലം കംപ്ലീറ്റ് മാറ്റപ്പെട്ട് ഭൗതിക തലത്തിൻ്റെ പൂർണ്ണതയിൽ വന്ന് അത് ജഡാസക്തിയും ജഡികാസക്തിയും ലൈംഗികാസക്തിയുമായിട്ട് മാറുന്ന അവസ്ഥയിലേക്ക് ഒരു മനുഷ്യനെ രൂപാന്തരപ്പെടുത്തി എടുക്കുന്ന ആ പ്രവൃത്തിയാണ് അവളുടെ ദുർവൃത്തിയുടെ വീഞ്ഞ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതിന് മറ്റൊരു ഭാഷയുടെ ഇന്നത്തെ ബ്ലൂ ഫിലിമുകൾ, ബ്ലാക്ക് മാസുകൾ, സിനിമകളെല്ലാം അതിൻ്റെ ഒരു വിഭാഗത്തിൽ വരും. പ്രിയപ്പെട്ടവനെ, അതൊരു കസാബണ്ട്. ഇതെല്ലാം ഒരു പൊൻചഷകം പോലെ ഒരു സ്വർണ്ണ ചഷകത്തിൽ, സ്വർണത്തിൻ്റെ ഒരു കുടുമയിൽ, സ്വർണത്തിൻ്റെ ഒരു പാനപാത്രത്തിൽ ഈ 15 തരം അല്ലെങ്കിൽ 20 തരം പഴങ്ങളുടെ ചാറ് ഒഴിച്ചു വെച്ചൊരു ചഷകമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് നീട്ടുന്നത് പോലെ ഇന്ന് ലോകത്ത് ഏത് മ്ലേച്ഛതയുടെയും, ഏത് അശുദ്ധിയുടെയും, ഏത് ജഡവികാരത്തിൻ്റെയും, ഏത് ജഡമോഹത്തിൻ്റെയും, ഏത് അഹങ്കാരത്തിൻ്റെയും, ഏത് സൗന്ദര്യത്തിൻ്റെയും, ഏത് സാമ്പത്തിക പുരോഗതിയുടെയും, ഏത് നൃത്ത ചുവടുകളുടെയും, ഏത് സംവിധാനത്തിൻ്റെയും ഉള്ള ഒരു ചഷകമായിട്ട്, അതെല്ലാം കാണാവുന്ന സംവിധാനമായിട്ട് മനുഷ്യനെങ്കിൽ എത്തപ്പെട്ടപ്പോൾ ഇവിടെ കർത്താവ് പറയുകയാണ്, ഈ പൊൻചഷകത്തോട് ചേർന്ന് നീയും നിൻ്റെ ആളുകളും വ്യഭിചാരം ചെയ്തു. ഭൂമിയിലെ രാജാക്കന്മാർ അവളുമായിട്ട് പോയി. ഭൂമിയിലെ രാജാക്കന്മാർ എന്ന രാഷ്ട്രീയ നേതാക്കന്മാരെ അല്ല അർത്ഥമാക്കുന്നത്, സഭാ നേതാക്കന്മാർ. നമ്മുടെ സഭയെ ഉദ്ദേശിച്ചാണ് എല്ലാ കാര്യങ്ങളും പറയുന്നത്, അല്ലാതെ ലോകത്തെ ഉദ്ദേശിച്ച് നമുക്ക് പറയേണ്ട ആവശ്യം നമുക്കില്ല. നമുക്കിവിടെ വിശുദ്ധ ഗ്രന്ഥത്തെ ആസ്പദമാക്കി സംസാരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം നമ്മോട് സംസാരിക്കാനാണ്, നമ്മളെ വിശദീകരിക്കാനാണ്, നമ്മൾ മനസ്സിലാക്കുവാനാണ്, നമ്മൾ ഗ്രഹിക്കുവാനാണ്. യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ മുന്നോടിയായിട്ട് നിൽക്കുന്ന കാലഘട്ടങ്ങളിൽ നാം നമ്മുടെ മനസ്സ്, ശരീരം, ആത്മാവ്, നമ്മുടെ കണ്ണുകൾ, കാഴ്ചകൾ എവിടെ എത്തപ്പെട്ടു? ഏത് ചഷകത്തിലാണ് ഇപ്പോൾ എൻ്റെ മനസ്സുറച്ചിരിക്കുന്നത്? ഏത് ചഷകമാണ് ഞാൻ ആവോളം ഊറ്റിക്കുടിക്കുന്നത്? കണ്ണുകൊണ്ട് കുടിക്കുന്നത്, കാതുകൊണ്ട് കുടിക്കുന്നത്, അധരം കൊണ്ട് കുടിക്കുന്നത്, ശരീരം കൊണ്ട് കുടിക്കുന്നത്, മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു കുടിക്കുന്നത് ഏത് ചഷകമാണ് എന്ന് നീ നോക്കി പഠിച്ചില്ലെങ്കിൽ, പ്രിയ സഹോദര, സഹോദരി, പ്രിയ അച്ഛന്മാരെ, കത്തോലിക്ക സഭയെ ഞാൻ നിങ്ങളെല്ലാവരുടെയുമായിട്ട് പറയുകയാണ്, നോക്കിക്കോ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് അടുത്തെത്തിയ കാലഘട്ടത്തിൽ നിൽക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, ഭൂമിയിലെ മ്ലേച്ഛതകളുടെയും മാതാവ്, ആ സ്ത്രീ വിശുദ്ധരുടെയും യേശുവിൻ്റെ സാക്ഷികളുടെയും രക്തം കുടിച്ച് ഉന്മത്തനായി ലഹരി പിടിച്ചിരിക്കുന്നു ഞാൻ കണ്ടു. ആ സ്ത്രീ എന്ന് പറയുന്നത് ഈ പൈശാചിക ശക്തിയായ ആ സ്ത്രീ, ആ സാത്താൻ എന്ന പിശാചിനെ വിളിക്കുന്ന പുരാതന സർപ്പത്തിൻ്റെ സ്ത്രീ സ്വഭാവം. അതായത് ഇതെല്ലാം പെറ്റുപെരുകി വളർന്ന് വലിയൊരു വടവൃക്ഷം പോലെ ലോകത്ത് പഠനം വന്നിരുന്ന ആ സ്ത്രീയാകുന്ന പിശാച് വിശുദ്ധരുടെയും യേശുവിൻ്റെ സാക്ഷികളുടെയും, വിശുദ്ധരുടെയും ഇസ്രായേൽ ജനം, വിശുദ്ധരെന്ന് പറയുക ഇസ്രായേൽ ജനം, ക്രിസ്തുവിൻ്റെ സാക്ഷികൾ എന്ന് പറയുന്നത് ആണ് യേശു ക്രിസ്തുവിൻ്റെ സാക്ഷികൾ, ക്രിസ്ത്യാനികൾ, അതായത് സഭയുടെയും രക്തം കുടിച്ച് ഉന്മത്തനായി ലഹരി പിടിച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. എന്ന് പറഞ്ഞാൽ കത്തോലിക്ക സഭയുടെയും സഭയിലെ ക്രിസ്ത്യാനികളുടെയും അതുപോലെ തന്നെ ഇസ്രായേൽ ജനത്തിൻ്റെയും രക്തം കുടിച്ച് അവൾ ഉന്മത്തിയായി. കാരണം ഈ അശുദ്ധമായ മ്ലേച്ഛമായ എല്ലാ പൊൻചഷവും നമുക്ക് വിളമ്പിത്തന്നപ്പോൾ നമ്മളതെല്ലാം ആവോളം കുടിച്ചപ്പോൾ എന്ത് ചെയ്തു? നമുക്ക് 2 മക്കൾ മതി, 3ാമതൊരു കുഞ്ഞ് വേണ്ട. നമ്മുടെ വിവാഹബന്ധം അത് ഡൈവോഴ്സിലേക്ക് പോയി. നമുക്ക് ലിവിങ് ടുഗദർ മതി, നമുക്ക് കുടുംബജീവിതം വേണ്ട. ഭാര്യാഭർത്താക്കന്മാർ, അകന്നു കഴിയുന്ന ഭാര്യാഭർത്താക്കന്മാർ ഡൈവോഴ്സിൻ്റെ എണ്ണം വർദ്ധിക്കുന്നു, ലിവിങ് ടുഗദർ കൂടുന്നു. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ സുവർഗഭോഗത്തിൻ്റെ വിവാഹങ്ങൾ കൂടുതൽ നടക്കുന്നു. അതിനോട് താല്പര്യമുള്ളവർ അങ്ങോട്ട് മാറുന്നു. അല്ലെങ്കിൽ കുറച്ച് കാലഘട്ടം ഒരുമിച്ച് ജീവിച്ച് കുറച്ച് കാലഘട്ടം വിട്ടുപോകുന്ന അവസ്ഥ. അല്ലെങ്കിൽ ഒരു ഭാര്യയും ഭർത്താവും ജീവിച്ചിരിക്കെ തന്നെ മറ്റൊരു ഭാര്യയും ഭർത്താവുമായിട്ട് അവിഹിത ബന്ധം നടത്തുന്ന അവസ്ഥ. ഇങ്ങനെ എല്ലാ വിധത്തിലും അതിൻ്റെ പരിണിത ഫലമായി ബലാത്സംഗങ്ങൾ, അതിൻ്റെ ഫലമായി കൊലപാതകങ്ങൾ, ആത്മഹത്യകൾ, അങ്ങനെ ആ രീതിയിലുള്ള രക്തം ചിന്തുന്ന അവസ്ഥയിലേക്ക് വന്നപ്പോൾ കർത്താവ് പറയുകയാണ്, ആ സ്ത്രീ വിശുദ്ധരുടെയും യേശുവിൻ്റെ സാക്ഷികളുടെയും രക്തം കുടിച്ച് ഉന്മത്തനായി ലഹരി പിടിച്ചിരിക്കുന്നത് ഞാൻ കണ്ടുവെന്ന്
വെളിപാടിൻ്റെ പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 6-ാം തിരുവചനത്തിൽ കൂടെ കർത്താവ് പറയുമ്പോൾ ഇന്ന് കുടിച്ചുകൊണ്ടിരിക്കുന്ന രക്തം, നമ്മുടെ രക്തം ആരാണ് കുടിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം പ്രിയപ്പെട്ടവരെ. ആ ആലോചന നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോഴാണ് നമ്മൾ കർത്താവിൽ നിന്ന് എത്രമാത്രം ദൂരെയാണ്, യേശുക്രിസ്തുവിൻ്റെ ആത്മാവിൽ നിന്ന് നമ്മൾ എത്രമാത്രം ദൂരെയാണ്, യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധിയിൽ നമ്മൾ എത്രമാത്രം ദൂരെയാണ്. നമുക്കൊരു സഭയുണ്ടായിട്ട് ഒരു കാര്യവുമില്ല പ്രിയ സഹോദരങ്ങളെ. നമ്മൾ കുമ്പസാരിച്ചിട്ട് ഒരു പ്രയോജനവുമില്ല. നമ്മൾ ഒരു കുർബാനയ്ക്ക് പോയി ഒരു കുർബാനയെ സംബന്ധിച്ച് വേണ്ടി ഒരു കാര്യവുമില്ല. കാരണം വിശുദ്ധരുടെയും ക്രിസ്തുവിൻ്റെ സാക്ഷികളുടെയും രക്തം കുടിച്ച് ഉന്മത്തനായിരിക്കുന്ന സാത്താന് നമ്മുടെ രക്തത്തെ നമ്മൾ വിട്ടുകൊടുത്തപ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തിരുരക്തത്തിന് വിലയില്ലാതെ പോയി, വിശുദ്ധിയില്ലാതെ പോയി. ആ തിരുശരീരത്തിനും ശക്തിയില്ലാത്ത അവസ്ഥയിലേക്ക് ഇന്ന് അധംപതിച്ചെങ്കിൽ അതിൻ്റെ പിന്നിലത്തെ കാരണം നമ്മൾ തന്നെയാണ്. അതിന് കർത്താവിൻ്റെ തിരുശരീരത്തിനോ തിരുരക്തത്തിനോ പങ്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് ഇവിടെ കർത്താവായ യേശു ക്രിസ്തു ഇത്ര വ്യക്തമായിട്ട് ഈ വെളിപാട് ഗ്രന്ഥത്തിൽ കൂടെ കർത്താവ് നമ്മോട് സംസാരിക്കുന്നത്. അപ്പോൾ കർത്താവ് പറഞ്ഞ് ഈ വചനത്തിൻ്റെ നിഗൂഢ അർത്ഥങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മുടെ കയ്യിലുള്ള പൊൻചഷകങ്ങൾ, നമ്മളുടെ ദുർവൃത്തിയുടെ വീഞ്ഞ് ഏതൊക്കെ കുടിക്കുന്നു, ഏതൊക്കെ കാണുന്നു, ഏതൊക്കെ കേൾക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് യേശു ക്രിസ്തു നാളെ ഈ ഭൂമിയിലേക്ക് വന്നാൽ നമ്മൾ ഈ സ്വർഗത്തിൽ നിന്ന് എടുക്കപ്പെടുമോ അതോ നമ്മൾ പാതാളത്തിൻ്റെ അഗാധത്തിലേക്ക് താഴ്ത്തപ്പെടുമോ എന്ന് ചിന്തിക്കുവാൻ നമ്മളെ പ്രാപ്തരാകുന്നത് ഈ വചനങ്ങളാണ്. ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നീ ഒരുങ്ങിയിട്ടുണ്ടോ? ഇതാണ് എൻ്റെ ചോദ്യം. അത് അച്ഛനായിക്കോട്ടെ, മെത്രാനായിക്കോട്ടെ, വചനപ്രഘോഷനായിക്കോട്ടെ, കന്യാസ്ത്രീ ആയിക്കോട്ടെ, ഞാനായിക്കോട്ടെ, നീ ആയിക്കോട്ടെ, ആരുമായിക്കോട്ടെ, കത്തോലിക്ക സഭയിലെ ഏത് വ്യക്തിയുമായിക്കോട്ടെ. ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ 17-ാം അധ്യായത്തിൽ അതിൻ്റെ 3-ാം തിരുവചനം, അവളുടെ ദുർവൃത്തിയുടെ വീഞ്ഞു കുടിച്ച് ഉപവാസികൾ ഉന്മത്തരായി. നിങ്ങളായ ഏതെങ്കിലും വ്യക്തി, അത് സഭയിലെ ഏത് വ്യക്തിയുമായിക്കോട്ടെ, ഏതെങ്കിലും ദുർവൃത്തിയുടെ വീഞ്ഞു കുടിച്ച് ഉന്മത്തരായിട്ടുണ്ടോ, ഉണ്ടാകുന്നുണ്ടോ? രണ്ടാമത്തെ വേശ്യാവൃത്തിയുടെ അശുദ്ധിയും മ്ലേച്ഛത കൊണ്ട് നിറഞ്ഞ ഒരു പൊൻചഷകം അവളുടെ കയ്യിലുണ്ടായിരുന്നു. നമ്മുടെ കയ്യിൽ ഏത് പൊൻചഷകമാണ് ഉള്ളത്? സിനിമയാണോ, സീരിയലാണോ, ബ്ലൂ ഫിലിമാണോ, അഹങ്കാരമാണോ, വലിയ നാടകമാണോ, നൃത്തശല്യങ്ങളാണോ, നൃത്യങ്ങളാണോ, ബാൻഡ് മേളങ്ങളാണോ? അത് ആലോചിക്കണം. പൊൻചഷകം ഏതാണുള്ളത് നമ്മൾ ചിന്തിച്ചോണം. അടുത്തത് 6-ാം അധ്യായം 17-ാം അധ്യായം 6-ാം തിരുവചനം, ആ സ്ത്രീ വിശുദ്ധരുടെയും യേശുവിൻ്റെ സാക്ഷികളുടെയും രക്തം കുടിച്ച് ഉന്മത്തിലെ ലഹരി പിടിച്ചിരിക്കുന്നതും കണ്ടു. 2 കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്തതിന് ശേഷം 3-ാമതൊരു കുഞ്ഞിന് ജന്മം കൊടുക്കാതെ നമ്മുടെ ഭാര്യമാരുടെ ഗർഭപാത്രം നമ്മൾ മുറിച്ചു കെട്ടിയപ്പോൾ അവിടെ നമ്മുടെ രക്തം ആര് കുടിച്ചു? സാത്താൻ കുടിച്ചു. അവിടെ നമ്മൾ എന്ത് ചെയ്തു? എന്നാൽ ഈ സംവിധാനം മുസ്ലിം കുടുംബങ്ങളിൽ അവിടെ ഇല്ല. മുസ്ലിം കുടുംബങ്ങളിൽ 5, 6, 7, 8 മക്കൾ, അവർക്ക് കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങളുണ്ടായപ്പോൾ അവിടെ വിവാഹമുണ്ട്, അവിടെ സന്തോഷമുണ്ട്, അവിടെ സമ്പത്തുണ്ട്, അവർക്ക് പണമുണ്ട്, വീടുണ്ട്, വണ്ടിയുണ്ട്, റോഡുണ്ട്, കാറുണ്ട്, എല്ലാമുണ്ട്. എന്നാൽ കത്തോലിക്ക സഭയിലെ 60% വരുന്ന ക്രിസ്ത്യാനികൾക്ക് ഇതൊന്നുമില്ല. എന്താണ് സംഭവിച്ചത്? അവിടെ എന്താണ് സംഭവിച്ചത്? ഇത് പഠിപ്പിക്കുവാൻ നമുക്ക് ജ്ഞാനമുള്ള വൈദ്യരില്ലാതെ പോയി. ഇത് പഠിപ്പിക്കാൻ നമ്മളെ ബോധ്യവും പ്രബോധനമുള്ള മെത്രാന്മാരില്ല. അന്നുമില്ല, ഇന്നും സഭയിലില്ല. ഇന്നും കേരള സഭയിൽ ഈ വചനം വ്യാഖ്യാനിച്ച് സഭയെ ഒരുക്കാൻ പറ്റിയ ഒരു മെത്രാനും ഒരു വൈദികരെയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എൻ്റെ ചെവി ഇനി ഈ രീതിയിലൊന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്കതൊട്ട് അറിയത്തുമില്ല. അവർ പറയുകയും വേണ്ടെന്ന് പറയും. പ്രിയപ്പെട്ടവരെ, ആ രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് തുറന്ന് പറയുകയാണ്, ഒരു അച്ഛന്മാരെ നിങ്ങൾ നോക്കരുത്, ഒരു മെത്രാന്മാരെ നിങ്ങൾ നോക്കരുത്, ഒരു കന്യാസ്ത്രീയുടെ വചനപ്രഘോഷം നോക്കരുത്, ഒരു വചനപ്രഘോഷം നോക്കരുത്. വിശുദ്ധ ഗ്രന്ഥത്തിൽ, വെളിപാട് ഗ്രന്ഥത്തിൽ പറയപ്പെട്ടിരിക്കുന്ന ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് ചഷകമാണ് നമ്മുടെ കയ്യിലുള്ളത്, ഏത് ദുർവ്യക്തിയുടെ വീഞ്ഞാണ് നീ കുടിച്ചിട്ടുള്ളതെന്ന് ഓർത്തോണം. കർത്താവ് പറയുകയാണ്. അതിനുശേഷം പിന്നീട് കർത്താവ് പറയുകയാണ്, ഇവിടെ അവിടെ ഇങ്ങോട്ട് വന്നപ്പോൾ, അവിടെ ഇങ്ങോട്ട് 17-ാം അധ്യായത്തിൻ്റെ 7-ാം വചനം 8-ാം വചനത്തിൽ വന്നപ്പോൾ കർത്താവാണ്, അതുകൊണ്ട് അവളെ കണ്ടപ്പോൾ ഞാൻ അത്ഭുത പരതന്ത്രയായി. അപ്പോൾ ദൂതൻ എന്നോട് പറഞ്ഞു, നീ എന്തുകൊണ്ട് വിസ്മയിക്കുന്നു? ആ സ്ത്രീയുടെയും അവളെ വഹിക്കുന്ന 7 തലയും 10 കൊമ്പുള്ള മൃഗത്തിൻ്റെയും രഹസ്യം ഞാൻ നിന്നോട് പറയാം. നീ കണ്ട മൃഗമുണ്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ ഇല്ല. അത് പാതാളത്തിൽ നിന്ന് കയറി വന്ന് നാശത്തിലേക്ക് പോകും. ലോകസ്ഥാപനം മുതൽ ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടിട്ടില്ലാത്ത ഭൂവാസികൾ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും വരാനിരിക്കുന്നതുമായ ആ മൃഗത്തെ നോക്കി വിസ്മയിക്കും. അത് പാതാളത്തിൽ നിന്ന് കയറി വന്ന് നാശത്തിലേക്ക് പോകും. ലോകസ്ഥാപനം മുതൽ ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടിട്ടില്ലാത്ത ഭൂവാസികൾ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും വരാനിരിക്കുന്നതുമായ മൃഗത്തെ നോക്കി വിസ്മയിക്കും. ഇവിടെയാണ് ജ്ഞാനമുള്ള മനസ്സിൻ്റെ ആവശ്യം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത്തരം പൊൻചഷകങ്ങളും ഇത്തരം ഉന്മാദ പ്രവൃത്തികളും ഇത്തരം ലഹരിയും നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ ഏതെങ്കിലും അംശത്തിൽ നിപ്പുണ്ടെങ്കിൽ
എന്താണ് സംഭവിക്കുന്നതെന്ന് വെളിപാടിൻ്റെ പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 3-ാം തിരുവചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ നിഗൂഢ അർത്ഥങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് നിങ്ങൾ വളരെയേറെ ഭയപ്പെടുകയും ചിന്തിക്കുകയും ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ കർത്താവ് ഇവിടെ ജ്ഞാനമുള്ള മനസ്സിൻ്റെ ഒരു ആവശ്യമുണ്ട്. ഏതാണ് ജ്ഞാനം? ആ കർത്താവ് പറയാണ്, വളരെ വ്യക്തമായിട്ട് കർത്താവ് പറയുന്നത്, അവൻ വരുമ്പോൾ ചുരുങ്ങിയ കാലത്തേക്ക് ഇവിടെ വസിക്കുകയുള്ളൂ. ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതുമായ മൃഗം 8-ാമത്തേത് മേടിൽപ്പെട്ടതുമാണ്. അത് നാശത്തിലേക്ക് പോകുന്നു. നീ കണ്ട 10 കൊമ്പുകൾ 10 രാജാക്കന്മാരാണ്. അവർ ഇനി രാജ്യത്ത് സ്വീകരിച്ചിട്ടില്ല. എന്നാൽ 1 മണിക്കൂർ നേരത്തേക്ക് മൃഗത്തോട് രാജാക്കന്മാർ അധികാരം സ്വീകരിക്കേണ്ടവരാണ് അവർക്ക് ഒരേ മനസ്സാണുള്ളത്. അവരുടെ ശക്തിയും അധികാരവും അവൻ മൃഗത്തിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഇവർ കുഞ്ഞാടിനോട് യുദ്ധം ചെയ്യും. കുഞ്ഞാട് അവരെ കീഴ്പ്പെടുത്തും. എന്തെന്നാൽ അവൻ നാഥന്മാരുടെ നാഥനും രാജാക്കന്മാരുടെ നാഥനും രാജാവുമാണ്. അവനോട് കൂടെയുള്ളവർ വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമാണ്. യേശു ക്രിസ്തുവിനോട് ചേർന്നുള്ളവർ, അതായത് ഈ പൊൻചഷകത്തിൽ പെടാത്തവർ, അതായത് ഈ വെളിപാട് 17:3 അവളുടെ ദുർവൃത്തിയുടെ വീഞ്ഞു കുടിച്ച് ഭൂവാസികൾ ഉന്മത്തരായി. ഈ ദുർവൃത്തിയുടെ ബ്ലൂ ഫിലിം കണ്ട് ഉന്മത്തരാകാത്തവർ ആരെങ്കിലും ഉണ്ടോ? അതൊന്ന്. രണ്ടാമത്, ആ സ്ത്രീ വിശുദ്ധരുടെയും യേശുവിൻ്റെ സാക്ഷികളുടെ രക്തം കുടിച്ച് ഉന്മത്തനായി ലഹരി പിടിച്ചിരിക്കുന്നത് കണ്ടു. സാത്താൻ്റെ ലഹരി, സാത്താൻ്റെ മദ്യപാനമല്ല, നമ്മുടെ ഒരു ലഹരി മരുന്നല്ല ഉപയോഗിക്കുന്നത്. അതുദ്ദേശിച്ചല്ല കർത്താവ് പറയുന്നത്. ഈ ജഡികാസക്തി, ലൈംഗിക ആസക്തി വർദ്ധിപ്പിക്കുന്ന ഇത്തരം പ്രവൃത്തികൾ കണ്ട് ആരെങ്കിലും ഉന്മത്തരായിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരുടെ കർത്താവ് പറയാണ്, കർത്താവ് എന്താ വ്യക്തമായിട്ട് പറയാണ്, അവൻ നാഥന്മാരുടെ നാഥനും രാജാക്കന്മാരുടെ രാജാവുമാണ്. അവനോട് കൂടെയുള്ളവർ വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമാണ്. കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടെയുള്ളവർ ഈ പൊൻചഷകം കുടിക്കുകയോ ഈ ലഹരി പിടിച്ച് ഉന്മത്തരാവുകയോ ചെയ്യില്ല. അതാണ് വെളിപാട് ഗ്രന്ഥം. ഈ വെളിപാട് ഗ്രന്ഥത്തിൻ്റെ 17-ാം അധ്യായത്തിൻ്റെ ഈ വചനമനുസരിച്ച് ഒരുക്കപ്പെടാത്ത ഒരു വ്യക്തിയും, അത് മെത്രാനെന്നോ വൈദികരെന്നോ വചനപ്രഘോഷകരെന്നോ കന്യാസ്ത്രീകളെന്നോ ക്രിസ്ത്യാനിയെന്നോ ദമ്പതികളെന്നോ ആരുമില്ല. ആ ഒരു വ്യത്യാസമില്ല. അവർ കർത്താവാണ്. അവനോട് കൂടെയുള്ളവർ വിളിക്കപ്പെട്ടവരാണ്. അവർ തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമാണ്. യേശു ക്രിസ്തുവിനോട് കൂടെയുള്ളവർ വിശ്വസ്തരാണ്, വിശുദ്ധിയുള്ളവരാണ്, തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അവർ ഈ ഉന്മത്തരാവുകയോ ഈ പൊൻചഷകം കുടിക്കുകയോ ചെയ്യുകയില്ല. പിന്നെ കർത്താവ് പറഞ്ഞ പോലെ വളരെ വ്യക്തമായിട്ട്, ഇതിൽ കൂടുതൽ വ്യക്തമായിട്ട് എങ്ങനെയാണ് ഒരു യേശു ക്രിസ്തുവിന് വചനം പറയാൻ സാധിക്കുക, പരിശുദ്ധാത്മാ വചനം പറയാൻ സാധിക്കുക? അതുകൊണ്ട് ഈ 2025 കാലഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഇതിലേതൊക്കെ എന്തെല്ലാം ചഷകം കുടിച്ചിട്ടുണ്ടെന്നും ഏതെല്ലാം ചഷകം എൻ്റെ മൊബൈൽ ഫോണിൽ കൂടെ ഞാൻ കാണുന്നുണ്ടെന്നും ഏതെല്ലാം ലഹരി പിടിച്ച് ഞാൻ ഉന്മത്തനായിട്ടുണ്ടെന്നും പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രിയ അച്ഛന്മാരെ, മെത്രാന്മാരെ, പ്രിയ കേരള സഭയിലെ മുഴുവൻ വ്യക്തികളെ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഈ വചനം വെച്ച് നിങ്ങൾ വ്യാഖ്യാനിച്ച് നോക്കിക്കോണം. ഇതിനകത്ത് ഏതെങ്കിലും ഒന്നിനകത്ത് പെട്ടുപോയാൽ അവർ അവനോട് കൂടെ വിളിക്കപ്പെട്ടവരല്ല, അവനോട് കൂടെ തിരഞ്ഞെടുക്കപ്പെട്ടവരല്ല, അവർ വിശ്വസ്തരുമല്ല, അവർ അവിശ്വസ്തരാണ്. അവരെ കർത്താവ് തട്ടി ദൂരെ കളയുമെന്ന് കർത്താവ് വ്യക്തമായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ബാക്കി എഴുതി വെച്ചിരിക്കുന്നത് നമ്മളൊന്ന് കാണുക, മനസ്സിലാക്കി ചെയ്യണം. വിതരണത്തിൽ ചേർന്ന് വരുന്ന വചനങ്ങൾ ആകുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കൂടുതൽ എളുപ്പം കിട്ടുന്നുണ്ട്. വീണ്ടും പറയുകയാണ്, വെളിപാടിൻ്റെ പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 14-ാം തിരുവചനം കഴിഞ്ഞ് 15-ാം തിരുവചനത്തിലേക്ക് വരുമ്പോൾ കർത്താവ് പറയാണ്, നായ്ക്കളും മന്ത്രവാദികളും വ്യഭിചാരികളും കൊലപാതകികളും വിഗ്രഹാരാധകരും അസത്യത്തെ സ്നേഹിക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന സകലരും പുറത്ത്. ഈ പൊൻചഷകം കുടിച്ചവരും ഈ ദുർവൃത്തിയുടെ വീഞ്ഞു കുടിച്ച് ഉന്മത്തരായവരും അവരെക്കുറിച്ച് കർത്താവ് പറയുന്നതാണ്, നായ്ക്കളാണ് അവർ. അത് സഭയ്ക്കുള്ളിലെ എല്ലാ വ്യക്തികളും കർത്താവ് പറയും, ഈ ദുർവൃത്തിയുടെ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാവുകയോ ഈ പൊൻചഷകം കുടിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരാരാണെന്ന് പറയുന്ന കർത്താവ്, അവർ നായ്ക്കളാണ്, മന്ത്രവാദികളാണ്, വ്യഭിചാരികളാണ്, കൊലപാതകളാണ്, വിഗ്രഹാരാധകരാണ്, അസത്യത്തെ സ്നേഹിക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന സകലരുമാണ്. അത്തരം ആളുകൾ സ്വർഗരാജ്യത്തിൽ നിന്ന് പുറത്താണെന്ന് കർത്താവ് വ്യക്തമായിട്ട് എഴുതുകയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ വെളിപാടിൻ്റെ പുസ്തകം 17-ാം അധ്യായത്തിൽ കർത്താവ് വളരെ 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 വ്യക്തമാണ്, ഇതാണ് ഒരുക്കം. പ്രിയ സഹോദരങ്ങളെ, ഇതാണ് ഒരുക്കം. ഈ ഒരുക്കത്തിന് ഈ രീതിയിൽ ഒരുങ്ങിയ ഒരു വ്യക്തിയെങ്കിലും കേരള സഭയിലുണ്ടോ? എൻ്റെ ചോദ്യം അതാണ്. ഈ ദുർവൃത്തിയുടെ വീഞ്ഞു കുടിക്കാതെ, ഈ ചഷകം കൈപ്പിടിക്കാതെ,
ഇത് ഉപയോഗിക്കാതെ, ഇത് നോക്കാതെ ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ട് ക്രിസ്തുവിനോട് കൂടെ, അവനോട് കൂടെയുള്ള വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമായിട്ടുള്ളവരാണോ നിങ്ങൾ എന്ന് പരിശോധിക്കണം. അത് വേഗം പരിശോധിച്ചോണം. 2025 കാലഘട്ടം. ഈ 2025 കാലഘട്ടത്തിൽ ലോകം യുദ്ധത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓടിപ്പോയി ധ്യാനിക്കുവാനോ, ഓടിപ്പോയി കുമ്പസാരിക്കുവാനോ, ദുർവൃത്തിയെ വീഞ്ഞ് വലിച്ചെറിയാനോ, ഈ പഞ്ചക്ഷത്തെ മാറ്റിവെക്കാനോ സാധിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ആരും ജീവിക്കരുത്. സാധിക്കുകയില്ല എന്ന് ജീവിച്ചുകൊണ്ട് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ രക്ഷപ്പെടാൻ പറ്റും. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, അടുത്ത പ്രാവശ്യം ഈ മാസം 2025 ജനുവരി 10, 11, 12 തീയതികളിൽ കല്ലംകുളത്ത് നടക്കുന്ന ധ്യാനം, ആ നോർബർട്ടൺ ഫാദേഴ്സിൻ്റെ ധ്യാന സെൻറ്ററിൽ വന്ന് ഇതിനകത്ത് വീഞ്ഞ് കുടിച്ചിട്ടുണ്ടെങ്കിൽ, ഉന്മത്തനായിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അശുദ്ധിയുടെ പൊഞ്ചക്ഷവും കുടിച്ചിട്ടുണ്ടെങ്കിൽ, ദുർവൃത്തിയുടെ വീഞ്ഞ് കുടിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളത് ശപിക്കപ്പെട്ടവരാണ്. നിങ്ങൾ ക്രിസ്തുവിന് കൂടെയുള്ളവരല്ല. അവനോട് കൂടെയുള്ള വിശുദ്ധിയോ തിരഞ്ഞെടുപ്പോ വിളിക്കപ്പെടുകയോ ചെയ്യാത്തവരാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇനി ഒരിക്കൽ കൂടി കർത്താവിൻ്റെ കൂടത്തിൽ നിങ്ങൾക്കൊന്നുകൂടെ രക്ഷപ്പെടാനുള്ള ഒരു അവസരം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ 10, 11 തീയതികളിൽ 10, 11, 12 തീയതികളിൽ പ്രിയപ്പെട്ടവർ, നിങ്ങൾ തൃശ്ശൂർ നോർബർട്ടൺ ഫാദേഴ്സ് ആ ധ്യാന സെൻറ്ററിലേക്ക് വരിക. അവിടെ വന്നിട്ട് എന്ത് ചെയ്യണം? അവിടെ വന്ന് ചെയ്യേണ്ട എന്താണെന്ന് കർത്താവ് പറയണം. വെളിപാട് പുസ്തകം 22 അധ്യായം അതിന് 14 തിരുവചനം, ജീവൻ്റെ വൃക്ഷത്തിന്മേൽ അവകാശം ലഭിക്കാനും കവാടങ്ങളുടെ നഗരത്തിലേക്ക് പ്രവേശിക്കാനും തങ്ങളുടെ അങ്കികൾ കഴിവിശുദ്ധിയിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഒരിക്കൽ കൂടി പ്രിയ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്. നിങ്ങളെ ഈ രീതി പറഞ്ഞ് ഒരു വൈദികരും നിങ്ങളെ ഒരുക്കിയില്ല. ഈ രീതിയിൽ പറഞ്ഞ ഒരു മെത്രാനും നിങ്ങളെ ഒരുക്കുമെന്ന് പ്രതീക്ഷിക്കരുത്. ഈ രീതിയിൽ പറഞ്ഞൊരു ക്ലാസ് നിങ്ങളെ കേരള സഭയിലെ ഒരു വ്യക്തിയും പറഞ്ഞതെന്ന് നിങ്ങളെ ഒരുക്കുമെന്ന് ആരും വിചാരിച്ചേക്കരുത്. അത് കിട്ടില്ല, നടക്കില്ല, പറയില്ല, ഒരുക്കില്ല നിങ്ങളെ. പ്രിയ സഹോദരങ്ങളെ, വളരെ വ്യക്തമായ ഭാഷയിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിത്യജീവൻ വേണം. യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ അവർ അടുത്തെത്തി. 2025 മുതൽ ആഗോള യുദ്ധം തുടങ്ങുകയാണ്. അതിൻ്റെ വലിയ ചലനങ്ങൾ ലോകത്ത് കണ്ടു തുടങ്ങി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് 2025 കൂട്ടണം 8+2033 യുഗാന്ത്യത്തിലേക്ക് വരാൻ ചുരുങ്ങിയ സമയം മാത്രം ബാക്കി നിൽക്കുമ്പോൾ എനിക്ക് രക്ഷപ്പെടണം, എനിക്ക് എൻ്റെ സ്വർഗീയ ജീവിതത്തിലേക്ക് പ്രവേശിക്കണം, എൻ്റെ ക്രിസ്തുവിനൂടെ എനിക്ക് എടുക്കപ്പെടണം, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനൂടെ അവനോട് കൂടെ വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമായി മാറണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ 2025 10, 11, 12 തീയതികളിൽ നടക്കുന്ന ധ്യാനത്തിലേക്ക് വരിക. അത് തന്നെയുമല്ല, എങ്ങനെയാണ് ഒരുങ്ങേണ്ടത്? വെളിപാട് പുസ്തകം 22 അധ്യായം 14 തിരുവചനം, ജീവൻ്റെ വൃക്ഷത്തിൽ എനിക്ക് അവകാശം ലഭിക്കണം, കവാടങ്ങളിൽ എനിക്ക് നഗരത്തിലേക്ക് പ്രവേശിക്കണം, എൻ്റെ അങ്കികൾ കഴുകുവാൻ ഞാൻ തിടുക്കം കൂട്ടണം. പ്രിയ സഹോദരങ്ങളെ, എൻ്റെ കണ്ണ്, കാത്, 5 ഇന്ദ്രിയങ്ങൾ ഏതെങ്കിലും പൊൻചഷകം കണ്ടെങ്കിൽ, പൊൻചഷകം കുടിച്ചെങ്കിൽ, ഈ അശുദ്ധിയുടെ ദുർവൃത്തിയുടെ വീഞ്ഞ് ഞാൻ കണ്ടെങ്കിൽ കുടിച്ചെങ്കിൽ, എനിക്കൊന്നുകൂടി കഴുകുവാൻ കർത്താവ് ഒരേ ഒരു അവസരം 2033 മുമ്പ് ഒരേ ഒരു അവസരം, അത് ഈ ജനുവരി മാസത്തെ ഏക ധ്യാനം. അധികം ധ്യാനമൊന്നും അവിടെ നടക്കും നിങ്ങളാരും പ്രതീക്ഷിക്കരുത് പ്രിയപ്പെട്ടവരെ. കാരണം ലോകത്തിൻ്റെ പശ്ചാത്തലം മാറിയാൽ അവിടുത്തെ സംവിധാനങ്ങൾ, കേരളത്തിലെ മുഴുവൻ ധ്യാന സെൻറ്ററുകളും ധ്യാന സംവിധാനങ്ങൾക്കും പെട്ടെന്ന് വിലക്കുകൾ ഉണ്ടാവുകയോ തനിയെ നിന്നു പോവുകയോ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. അതിനാൽ കിട്ടിയ ഒരേ അവസരം മനസ്സിലാക്കിക്കൊണ്ട് ഒരു 100 പേർ 200 പേർക്ക് അവിടെ താമസിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വിശുദ്ധി പ്രാപിച്ച് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ജീവൻ്റെ വൃക്ഷത്തിൽ അവകാശം ലഭിച്ച് കർത്താവിൻ്റെ നിത്യത്തിലേക്ക് ചേരുവാൻ തക്കവിധം ഒരേ ഒരു അവസരം കൂടെ തന്നുകൊണ്ട് കർത്താവ് ഒരുക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതിനാൽ ഈ വെളിപാടിൻ്റെ പുസ്തകം 17 അധ്യായത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് ഇതിനകത്ത് ആത്മശോധന ചെയ്യാൻ, എൻ്റെ ആത്മാവിൻ്റെ വിശുദ്ധിയെ കണ്ടെത്തുവാൻ, എൻ്റെ ആത്മാവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെ കണ്ടെത്തുവാൻ, എൻ്റെ ദൈവാത്മാവുമായിട്ടുള്ള ബന്ധത്തെ ഏത് രീതിയിലാണ് ഇപ്പോൾ ഉള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അതകന്നതാണെങ്കിൽ അടുപ്പിക്കുവാൻ, കർത്താവിനോട് ഒരു പടി കൂടി ചേരുവാൻ, കർത്താവ് യേശു ക്രിസ്തുവിനോട് ഒരടി കൂടെ മുന്നോട്ടെടുക്കുവാൻ, വിശുദ്ധിക്ക് വേണ്ടി, ജ്ഞാനത്തിന് വേണ്ടി, വിവേകത്തിന് വേണ്ടി, സത്യസന്ധതയ്ക്ക് വേണ്ടി, ദൈവകൃപയ്ക്ക് വേണ്ടി, ദൈവസ്നേഹത്തിന് വേണ്ടി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്നെ നിറയുന്നതിന് വേണ്ടി ഒരിക്കൽ കൂടി കർത്താവിൻ്റെ അടുത്തേക്ക് വരാൻ ഒരവസരം കൂടെ നിങ്ങൾക്ക് തരുന്നുണ്ട്. പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം നമ്മൾ നിറയാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. അതിനായി കർത്താവായ യേശു ക്രിസ്തു നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തു തിരുവചനം നമ്മളെ എടുത്ത് വിശദീകരിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂടെ നിൽക്കുവാൻ, കർത്താവായ യേശുവിനോട് വിളിക്കപ്പെട്ടവരും അവനോട് തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമായി മാറുവാൻ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.